വിനാഗിരി ഒന്നും കൂടാതെ വളരെ ഈസിയും വളരെ ടേസ്റ്റിയുമായിട്ട് പെട്ടെന്ന് എങ്ങനെയാണ് മാങ്ങ അച്ചാർ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കുക എന്ന് നോക്കാം. ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള മാങ്ങ അച്ചാർ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 4 മാങ്ങ അരിഞ്ഞു വെച്ചത്, മുളക് പൊടി 5 സ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 2 സ്പൂൺ, അച്ചാർ പൊടി 3 സ്പൂൺ, കടുക് 2 ടീസ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്, പച്ചമുളക് 2-3 അരിഞ്ഞത്, കായം 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, 1 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 3 വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തത്, ഉലുവ ആവശ്യത്തിന്, എണ്ണ. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മാങ്ങ അച്ചാർ തയ്യാറാക്കാൻ നോക്കാം. മാങ്ങ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ മാങ്ങ അരിഞ്ഞു വെച്ചത് എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മാങ്ങയിലേക്ക് ഉപ്പ് പിടിക്കാൻ ആവശ്യമായത്ര ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. ഇനി 1 തണ്ട് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ നിറയെ അച്ചാർ പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇങ്ങനെ മിക്സാക്കി വെക്കുന്നുണ്ട്. കുറേ നേരം ഞാനിങ്ങനെ മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാത്തിലും നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് കൈ വെച്ചിട്ട് മിക്സ് ആക്കാം. ഇനി നമുക്കിതൊരു 10-15 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമ്മുടെ അച്ചാറിൻ്റെ ഗ്രേവി തയ്യാറാക്കാം. ഞാനൊരു മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. ഈ മൺചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും 2 ടീസ്പൂൺ കടുകും ഇട്ടിട്ട് നന്നായിട്ട് പൊട്ടിക്കുക. നിങ്ങൾക്ക് കടുകിൻ്റെയും ഉലുവയുടെയും ഒക്കെ അളവ് കുറയ്ക്കാം കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അതനുസരിച്ച് കൂട്ടുകയും അതുപോലെ കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലോണം ഇഷ്ടമുള്ള ആളുകൾക്ക് അത് കൂടുതൽ ചേർക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2-3 തണ്ട് കറിവേപ്പില അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3-4 പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. നന്നായിട്ട് വഴണ്ട് വരണം. എന്നാലൊട്ട് ബ്രൗൺ ഷെയ്ഡിലേക്ക്, ഒരുപാട് ബ്രൗൺ ഷെയ്ഡിലേക്ക് പോകരുത്. കുറച്ച് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 4-5 സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. അധികം എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ടാണ് ഇത്രയും ചേർക്കുന്നത്. ഇത് കൂടാതെ ഞാനിതിലേക്ക് 2 സ്പൂൺ നിറയെ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർക്കുന്നുണ്ട്. അടുത്തതായിട്ട് ചേർക്കുന്നത് ഒരു 2-3 സ്പൂൺ അച്ചാർ പൊടിയാണ്. അച്ചാർ പൊടിയൊക്കെ ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കുക. അപ്പോൾ ഈ സമയത്ത് എണ്ണയുടെ കുറവുണ്ടെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. എല്ലാ പൊടികളും നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള, ഈ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നന്നായിട്ട് എല്ലാം ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ പച്ചമണമൊക്കെ മസാലയുടെ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 2-2.5 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ചൂടുവെള്ളം തന്നെ ഒഴിക്കാനായിട്ട് കൂടുതൽ ശ്രമിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഈ ഒരു ഗ്രേവി ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അതാ നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കട്ടിയിൽ കുറുകി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കിയ ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ ഒരു ചൂടൊക്കെ ഒന്ന് കുറയട്ടെ. അപ്പോൾ അത് ആ ചൂട് കുറഞ്ഞ ശേഷം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ മാറ്റി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഓൾറെഡി നമ്മൾ മാങ്ങയിലൊക്കെ ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കിതിലേക്ക് വേറെ അഡീഷണൽ ഉപ്പൊന്നും ചേർക്കേണ്ട. ഗ്രേവിയിൽ നമ്മൾ സെപ്പറേറ്റ് ഉപ്പ് ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലേക്ക് ചേർക്കാനുള്ളത് കായപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ കായപ്പൊടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. വിനാഗിരി ഒന്നും ചേർക്കാത്ത പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള മാങ്ങ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവർ ബൈ.